കുമ്പിട്ട് കുമ്പിട്ട് വാടാ കുമ്പിടി, ഇല്ലെങ്കിൽ നിന്റെ തലയിലിരിക്കണം വക്കത്തൂർ ഉത്തരത്ത് മുട്ടു. വക്കോത്തൂർ മാത്രമോ? എന്റെ ഈ തല തന്നെ കേശവൻ ചേട്ടന്റെ തൃപ്പാത്തിനിടയിൽ തിരികെ വെച്ചിരിക്കല്ലേ, എന്താണാവോ കാര്യം? നിന്നെ ഇപ്പൊ ഉണ്ണിയമ്മ അങ്ങോട്ട് വിളിപ്പിക്കും. അയ്യോ തള്ള അറിഞ്ഞു. അതല്ലടാ, രണ്ട് ജാതകങ്ങൾ തമ്മിൽ ചേർത്ത് നോക്കാൻ. അപ്പൊ താൻ എന്ത് ചെയ്യും? നോക്കും. നോക്കണ്ടേ? നോക്കണോ? നോക്കണം. നോക്കാം. എങ്ങനെ നോക്കിയാലും ജാതകങ്ങൾ തമ്മിൽ ചേരാൻ പാടില്ല. അതിപ്പോ നോക്കിയാലല്ലേ പറയാൻ പറ്റൂ. നോക്കാണ്ട് തന്നെ പറയണം ചേരില്ല. എന്നാ പിന്നെ നോക്കാണ്ടിരുന്നാ പോരെ? അതല്ലടോ, നോക്കിയിട്ട് നിങ്ങളുടെ ഇങ്ങനെ ഒരു പരിപാടി ഇല്ലേ? ബുധൻ ശുക്രന്റെ ഉള്ളിൽ കയറി, ശുക്രൻ ചൊവ്വേന്റെ ഉള്ളിൽ കയറി, വ്യാഴം വെള്ളി ശനി ഞായർ, അതൊക്കെ വെച്ചിട്ട് ഈ ജാതകങ്ങൾ തമ്മിൽ ചേരില്ല എന്ന് താൻ ഒരു കള്ളം പറയാം. കള്ളം പറയാനോ? ഞാനോ? എടാ കുടുംബി, കുമ്പിടി നിനക്ക് കള്ളം പറയാൻ ബുദ്ധിമുട്ടുണ്ടല്ലോടാ അതിന്റെ മോനെ. അസ്പ്രസ്ഥാന ഹൃദസ്തന്തിയും പ്രവൃത്തി മുഖരെ നുണയന്തി എന്നൊരു ശ്ലോകമുണ്ട്. പ്രവൃത്തിക്ക് നിരക്കാത്ത നുണ പറയാൻ പാടില്ലെന്ന് സാരം. ഈ മുട്ടോളം കേട്ടി തന്നാലുണ്ടല്ലോ, പിന്നെ അടുത്ത ഗുരുവായൂർ ഏകാദശിക്ക് ഞാൻ ഈ കോൾ എടുക്കും. അപ്പൊ മതിയായിരിക്കും കാല്. നക്ഷത്രം തുരങ്കമോ നവതാം വൃന്ദാനിനോ വന്ദിനാം.